അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രവാസ ജീവിതം 19-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വിഷമം ഫാറൂഖിനോടും ബിനുവിനോടും പറഞ്ഞു. വൈഫിന് വയ്യ എന്നറിഞ്ഞപ്പോൾ അവർക്കും വിശ്വാസമായില്ല. ഫാറൂഖ് പറഞ്ഞു, അത് ചിലപ്പോൾ ഡോക്ടർമാർക്ക് തെറ്റിയിട്ടായിരിക്കും, നല്ല ഡോക്ടറെ കാണിക്കാൻ പറ എന്ന് പറഞ്ഞു. അതുപോലെ ഞാനും അവരോട് വിളിച്ച് പറഞ്ഞു. വീണ്ടും ഡോക്ടറെ കാണിച്ചു, വീണ്ടും ടെസ്റ്റ്, അതുപോലെ തന്നെ റിസൾട്ട്. ഞാൻ പറഞ്ഞു, ഫാറൂഖേ, എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവുകയാണ് എൻ്റെ സാറിൻ്റെ അടുത്തേക്ക്. അതിനിടയിൽ തന്നെ എൻ്റെ മോള് വിളിച്ചു, ഫാറൂഖിനെ വിളിച്ച് പറഞ്ഞു, അങ്കിളെ, ഇനി എൻ്റെ വാപ്പാനെ അവിടെ നിർത്തല്ലേ, എനിക്കിനി സഹിക്കാൻ കഴിയില്ല. എൻ്റെ ഉമ്മാടെ വിഷമം എനിക്ക് മാത്രം സഹിക്കാനായിട്ട് പറ്റുന്നില്ല, എൻ്റെ വാപ്പാനെ കൂടെ വിടൂ എന്ന് പറഞ്ഞു. ഫാറൂഖ് അതനുസരിച്ച് പറഞ്ഞു, മോളെ, നീ വിഷമിക്കേണ്ട, വാപ്പ ഉടനെ തന്നെ വരും, വിഷമിക്കേണ്ട കേട്ടോ എന്ന് അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോയി. എനിക്കാകെ വിഷമമായിരുന്നു, ഞാൻ എങ്ങനെയായ അവളെ നോക്കുക, എന്തായിരിക്കും അവളുടെ പ്രതികരണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അവൾക്ക് എന്നെപ്പോലെ യാതൊരു വിഷമമോ ദുഃഖമോ ഒന്നും അവൾ മുഖത്ത് കാണിച്ചില്ല. ഉള്ളിലുണ്ടെങ്കിലും അവൾ പുറത്തേക്ക് വളരെ ഹാപ്പിയായി തന്നെ എന്നോട് പ്രതികരിച്ചു. എന്നോട് പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ടെന്ന്, ഇതൊക്കെ സാധാരണയാണ്, സ്ത്രീകൾക്ക് ഇതൊക്കെ ഉണ്ടാവാറുണ്ട്, അവരുടെ ഗർഭാശയത്തിലും മാറിലും ഇങ്ങനെ ഉണ്ടായാൽ അത് വേഗം ചികിത്സിച്ച് മാറ്റുകയും ചെയ്യാം, പേടിക്കാനൊന്നുമില്ല എന്നവൾ പറഞ്ഞു. എന്നാലും നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ഗതി വന്നല്ലോ എന്ന് ഞാൻ അവളോട് പറഞ്ഞു. എന്ത് ഗതി? അള്ളാഹു തരുന്നത് എന്തായാലും നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ഇതൊന്നും ഗതിയല്ല, അള്ളാഹു നമുക്ക് തന്ന നന്മയായിരിക്കാം, എന്തെങ്കിലും നന്മയില്ലാതെ അള്ളാഹു ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്നവൾ പറഞ്ഞു. അങ്ങനെ ഞാൻ അവൾ പറഞ്ഞ വാക്കുകൾ സമാധാനിച്ചു. ഞാനതിനെക്കുറിച്ച് കുറേ നോക്കി, യൂട്യൂബിലും മറ്റും ഞാനതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു. കുറേയൊക്കെ സമാധാനം നൽകുന്ന വാർത്തകളും മറ്റും ഞാൻ അറിഞ്ഞു. പിന്നെ ഇസ്ലാമികമായി ഞാനിതിനെക്കുറിച്ച് നോക്കി. എല്ലാം നല്ല അഭിപ്രായങ്ങളും മറ്റും ആയിരുന്നു. ഇങ്ങനെയുള്ള അസുഖക്കാർ മരിക്കുമ്പോൾ ഷഹീദിൻ്റെ കൂലിയാണ് കിട്ടുക. മാത്രമല്ല അവരുടെ പാപങ്ങളെല്ലാം തന്നെ അള്ളാഹു ഈ രോഗത്താൽ തന്നെ ഇവിടെ നിന്നും കഴുകിക്കളയും എന്നൊക്കെ പല അഭിപ്രായങ്ങളും ഞാൻ കേട്ടു. എന്തായാലും പടച്ച റബ്ബ് തരുന്നതല്ലേ, സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ സമാധാനിച്ചു. ഞാൻ ആരെ കാണിക്കും, എങ്ങനെ കാണിക്കും, എവിടെ പോകും എന്നൊക്കെയുള്ള കൺഫ്യൂഷനായി. ഒരുപാട് ആളുകൾ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നു. മറ്റുള്ളവരാരും തന്നെ അറിയാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം, ചികിത്സിക്കണം എന്നൊക്കെ എൻ്റെ മനസ്സ് പറഞ്ഞു. ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരുപാട് പണം ആവശ്യമായി വരും എന്നവർ പറഞ്ഞു. അതിനിടക്കാണ് എൻ്റെ പെങ്ങൾ പറഞ്ഞത്, പെങ്ങളുടെ ജ്യേഷ്ഠൻ്റെ മകളുടെ നാത്തൂൻ്റെ ഭർത്താവിന് ഇതുപോലെ അസുഖമുണ്ടായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത്. മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടറുടെ വീട്ടിൽ പോയാൽ ആദ്യം അവിടെ പോയി ഡോക്ടറെ കാണാം, അവിടെ നിന്നും ഡോക്ടർക്ക് എന്തെങ്കിലും കൊടുത്ത് സന്തോഷത്തിനായി ആ ഡോക്ടർക്ക് എന്തെങ്കിലും കൊടുക്കാം, അത് കഴിഞ്ഞ് നമ്മളോട് മെഡിക്കൽ കോളേജിലേക്ക് വരാനായി പറയും. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റ് ചികിത്സകളൊക്കെ തന്നെ അധികം പൈസയില്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും എന്നവൾ പറഞ്ഞു. ആ വാക്കുകൾ എനിക്കും ആശ്വാസമായി. അതിരാവിലെ 6 മണിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തണം. മുളകുന്നത്താവിലുള്ള ആ മെഡിക്കൽ കോളേജിലേക്ക് 6 മണിക്ക് രാവിലെ എത്തി ടിക്കറ്റ് എടുത്തു. അതിനുശേഷം 9-10 മണി ആകുമ്പോഴാണ് ഡോക്ടർ വന്നിരിക്കുക. അതിനുള്ളിൽ തന്നെ 10-15 നമ്പറായി നമുക്ക് കിട്ടും. ഈ 10 മണി 11 മണി ആകുമ്പോഴേക്കും സാബിയും മോളും കൂടി അവിടെ എത്തും. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു, ചികിത്സകൾ ആരംഭിച്ചു. അങ്ങനെ ഓരോ ചികിത്സകളും ആരംഭിച്ചു.
ഞങ്ങളെ സഹായിക്കാൻ ഇതുപോലെ തന്നെ കീമോയും മറ്റും ചെയ്യാനായി ധാരാളം പൈസ വേണ്ടി വന്നു. മാത്രമല്ല ഡോക്ടറെ അടുത്ത് പോകാനും ഭക്ഷണത്തിനും മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണല്ലോ. നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും പോരുമ്പോൾ ഫാറൂഖ് തന്ന കുറച്ച് പൈസയും കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം വീടിൻ്റെ വാടകയ്ക്കും ഭക്ഷണത്തിനും മറ്റും ചിലവഴിച്ചു. പിന്നെ അവളുടെ ആളുകളും എൻ്റെ ആളുകളും കുറേയൊക്കെ സഹായിച്ചു. അങ്ങനെ ചികിത്സകൾ ആരംഭിച്ചു. എൻ്റെ സാബിയുടെ മുടികൾ കൊഴിയാൻ തുടങ്ങി. മുടികൾ കൊഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമായിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവൾ എന്നോട് പറയും, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന്. നിങ്ങൾ വിഷമിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ സങ്കടം. നിങ്ങൾ നല്ല ധൈര്യമായിട്ടിരിക്കൂ, അപ്പോഴല്ലേ എനിക്കും സന്തോഷമുണ്ടാകൂ എന്നൊക്കെ. എപ്പോഴും ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ രാത്രിയാകും. അങ്ങനെ ഞങ്ങൾ നിസ്കാരവും കഴിഞ്ഞ് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ദുആ ചെയ്യാനും കൂടി ഇരുന്നു. ഞാൻ അവൾക്ക് മന്ത്രിച്ചു കൊടുക്കും, ഖുർആനോദി മന്ത്രിച്ചു കൊടുക്കും. അല്ലാഹു അതുകൊണ്ട് ശിഫയാക്കട്ടെ എന്ന് ഞാൻ അല്ലാഹുവിനോട് ഒരുപാട് കേണപേക്ഷിച്ചു. എന്തായാലും അല്ലാഹുവിൻ്റെ തീരുമാനമല്ലേ, ആ തീരുമാനം നടപ്പിലാക്കിയല്ലേ തീരൂ എന്ന് കരുതി അങ്ങനെ ചികിത്സകൾ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിക്കണമെന്ന് പറഞ്ഞ് ഓപ്പറേഷനും കഴിച്ചു. ഓപ്പറേഷൻ കഴിച്ചിട്ട് പിന്നീട് ഞങ്ങൾ വാടക വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസം സാവിയുടെ വീട്ടിൽ കിടന്നു. അതിനുശേഷം ഞങ്ങൾ മക്കൾക്ക് സ്കൂളിൽ പോകേണ്ടതല്ലേ എന്ന് കരുതി ഞങ്ങൾ വാടക വീട്ടിലേക്ക് പോയി. പിന്നെ അവളുടെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പെങ്ങന്മാരും അതുപോലെ അവളുടെ അനിയത്തിമാരും വന്ന് എന്തെങ്കിലുമൊക്കെ സഹായിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്റ്റിച്ചൊക്കെ വെട്ടി വീണ്ടും വീട്ടിലെത്തി. ഞാൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോന്നു. എൻ്റെ പ്രവാസ ജീവിതം 19-ാം ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആരോഗ്യവും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ എന്ന ദുആയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും